ഫ്രണ്ട്സ്, പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ അച്ചാറാണ്, ഒരു ഉപ്പിലിട്ടതിൻ്റെ സ്ഥാനത്ത് പകരം വയ്ക്കാവുന്ന ഒരു അച്ചാർ. അതിന് ഞാൻ കുറച്ച് പച്ചമുളക് ഇതുപോലെ വട്ടം നുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അധികം എരിവില്ലാത്തതാണ്, അപ്പോൾ ആ പച്ചമുളക് ഇതുപോലെ വട്ടം നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി, ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് ഉലുവ പൊടിച്ചത്, ഒരു കഷ്ണം കായം, അല്പം ശർക്കര, ഉപ്പ്. അപ്പോൾ നമ്മളുടെ ഉപ്പിലിട്ടതിൻ്റെ സ്ഥാനത്തൊക്കെ കൂട്ടാവുന്ന ഒരു സൂപ്പർ അച്ചാർ പോലെ തന്നെയുള്ള ഒരു കറി. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ജയശ്രീ എനിക്ക് പറഞ്ഞു തന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്യണം. അപ്പോൾ താങ്ക് യു ജയ. അപ്പോൾ നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കണം, ഈ അച്ചാറിൻ്റെ സ്ഥാനത്ത് വിളമ്പാവുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പുളി പിഴിഞ്ഞൊഴിക്കാം. ഗ്യാസ് ഓൾറെഡി കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പുളിവെള്ളം ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ടാണ് നമ്മളുടെ പച്ചമുളകും കായവും ശർക്കര ഇതെല്ലാം കൂടെ പാകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പുളിവെള്ളത്തിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല നീളത്തിലുള്ള പച്ചമുളകായിരുന്നു. ഉപ്പ്, ഒരു കഷ്ണം കായം തിളയ്ക്കുമ്പോൾ ഇതിൽ തന്നെ ചേർന്നു. ശർക്കരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര, പുളി, മുളക്, കായം, ഉപ്പ്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റിയിട്ട് അടുത്ത ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. ഒരു അച്ചാറിൻ്റെ സ്ഥാനത്ത് തന്നെ നമുക്ക് ഈ കറി വിളമ്പാം. നമ്മുടെ ഇതിലെ വെള്ളമൊക്കെ പുളിവെള്ളമെല്ലാം വറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു അച്ചാറിൻ്റെ സ്ഥാനത്ത് ഇത് കൂട്ടാൻ അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് അച്ചാറൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കുറച്ച് പച്ചമുളക് എടുത്തിട്ട്, നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുമല്ലോ ഉലുവയും കായവും എല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. എളുപ്പത്തിലൊരു സൂത്രത്തിലൊരു റെസിപ്പി അച്ചാർ, സൂപ്പർ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.